ഞാൻ ഈ മെമ്പർഷിപ്പ് ലൈവിനെ പറ്റി പറയുന്നവരെ കൊണ്ട് പറയുന്നതാണ്. ഈ മെമ്പർഷിപ്പ് ലൈവിൽ നമുക്കിഷ്ടമുള്ള കണ്ടൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാവരും വ്യൂ കിട്ടാനും എല്ലാവർക്കും സബ്സ്ക്രൈബ് കിട്ടാനും എല്ലാവർക്കും ആളുകൾ ലൈവ് കയറാനും ഒക്കെ വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പം യൂട്യൂബ് അനുവദിച്ചിട്ടുള്ളതാണ് മെമ്പർഷിപ്പ് ലൈവ്. അപ്പം അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മെമ്പർഷിപ്പ് ലൈവിൽ ഹോട്ട് കണ്ടൻറ്റ് കാണും, അല്ലാത്തവർ കാണും, ഒക്കെ കാണും. അപ്പം എല്ലാവർക്കും ഈ വരുമാന മാർഗം തന്നെ ആഗ്രഹിച്ച് ചെയ്യുന്നവരാണ്. ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാട്ടെ, റീൽസ് ചെയ്യുന്നവരാട്ടെ, ഫോട്ടോ ചെയ്യുന്നവരാട്ടെ, ഇവരൊക്കെ ഏക ലക്ഷ്യം എന്ന് വെച്ചാൽ വരുമാന മാർഗമാണ്. പലരും പല വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, യൂട്യൂബ് അനുവദിച്ചിട്ടുള്ളതുമാണ്. പിന്നെ നമ്മുടെ വീടുകളിലെ പല കുഞ്ഞുങ്ങളും ബലാത്സംഗത്തിന് ഇരയാകപ്പെടും. അല്ലെങ്കിൽ കാരണം ഈ കേരളത്തിൽ ഒരുപാട് ബലാത്സംഗം അല്ലെങ്കിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഇതിനോടൊക്കെ കൂടുതൽ ആസക്തിയുള്ള ആളുകൾ ഇതൊക്കെ കണ്ട് അവരുടെ ആ ഒരു മനസ്സ് അവർ പക്വതപ്പെടുത്തിയെടുത്തോളും. മനസ്സിനൊരു അവർക്കൊരു ആശ്വാസം. പിന്നെ അവർ പിള്ളേരെ പീഡിപ്പിക്കാനോ വീട്ടിൽ കയറി പീഡിപ്പിക്കാനൊന്നും പോകുമല്ല. ഇത് കണ്ട് അവർക്ക് അവരുടെ അവർ ആവശ്യങ്ങൾ നിറവേറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഗവൺമെൻറ് അംഗീകരിച്ചുള്ള വേശ്യാലയങ്ങൾ പോലും ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ പറയുന്നതിൽ എനിക്കൊന്നും ഒരിത് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ആരെയും കല്ലല്ല ജീവിക്കേണ്ടത്. നമ്മൾ ആരുടെയും കുറ്റങ്ങൾ പൊക്കി എടുത്ത് പറഞ്ഞിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മൾ സ്വന്തമായി നമ്മുടെ കഴിവുകൾ ചെയ്യുക, നമ്മളതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന വ്യൂ കിട്ടാനും ലൈക്ക് കിട്ടാനും, ചിലരുടെ ടേസ്റ്റ് അനുസരിച്ച് ചില ആളുകൾ ഹോട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർ കാണട്ടെ, അല്ലാത്തവർ കാണട്ടെ. അതിന് നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.